ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്ന വിഷയം വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പ്രത്യേകം എടുത്ത് കാണിച്ചിരിക്കുന്ന ഒരു വിഷയമാണ്. വ്യർത്ഥാഭിമാനി, നീ ചെയ്യുന്നത് തലമറന്ന് എണ്ണ തേക്കുന്നതാണ്. സാധാരണ പറയാറുള്ളൊരു കാര്യമാണ്, തലമറന്ന് എണ്ണ തേക്കരുത്. വ്യർത്ഥാഭിമാനികളായിട്ട് കഴിയുന്നവര് ആ ഒരു കാര്യമാണ് ചെയ്യുന്നത് എന്നുള്ള ആ യാഥാർത്ഥ്യം. അത് ഫ്രാൻസിസ് സാലസ് പ്രത്യേകം സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നിന്നെ പ്രസിദ്ധനാക്കുന്നത് നിന്റെ കൊമ്പം മീശയാണ് എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ വ്യർത്ഥാഭിമാനിയാണ്. മീശ കൊണ്ടാണോ നമ്മൾ പ്രസിദ്ധരാകേണ്ടത്? അങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് വ്യർത്ഥാഭിമാനത്തിൻ്റെ സൂചനയായിട്ട് ഈ വിശുദ്ധൻ എടുത്തു കാണിക്കുന്നുണ്ട്. അത് ദൈവവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഫിലിപ്പിയർ 2-ാം അധ്യായം 3-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന മിക്കവാറും കാര്യങ്ങളൊക്കെ മത്സരബുദ്ധിയോടുകൂടി വ്യർത്ഥാഭിമാനത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയിരിക്കും? ദൈവത്തിൻ്റെ ആ ഒരു താക്കീത് നമ്മൾ ലംഘിക്കുകയാണ്, അല്ലെങ്കിൽ ആ വചനം ലംഘിച്ച് ജീവിക്കുകയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചില ഇത് വേണേൽ ഒരു മയിലിനെ കാണുക. ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വേണേൽ കത്രികയായിരിക്കാം, അല്ലെങ്കിൽ ചൂലായിരിക്കാം, അങ്ങനെ ഒരു സർപ്പത്തെ ആയിരിക്കാം. അതിനെല്ലാം അതിൻ്റേതായിട്ടുള്ള സന്ദേശങ്ങളുണ്ട്. മയില് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. പല കോംപ്ലക്സിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അപകർഷത, അതിൻ്റെ നേരെ വിപരീതം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരു കോംപ്ലക്സ് ആണ് പീകോക്ക് കോംപ്ലക്സ്. എന്താണെന്ന് ചോദിച്ചാൽ, ഈ പീകോക്ക് അത് സൂചിപ്പിക്കുന്നത് നികളത്തെ, അതുപോലെ തന്നെ വ്യർത്ഥാഭിമാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ് മയില്. വേണമെങ്കിൽ ദൈവമക്കൾക്ക് വ്യർത്ഥാഭിമാനികളായിട്ട് മാറാൻ പറ്റും. അത് ശരിക്കും നമുക്ക് വില പകരുന്നതല്ല, വില കളയുന്ന കാര്യമാണ് എന്നുള്ളത് ഈ വിശുദ്ധൻ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് വൻപാപങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 3 കാര്യങ്ങൾ, വചനം ഗൗരവമുള്ള പാപങ്ങളായിട്ടാണ് ഈ 3 കാര്യങ്ങളും എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതിലൊന്നാണ് ആത്മപ്രശംസ. വ്യർത്ഥാഭിമാനികൾ ചെയ്യുന്ന ഒരു കാര്യം അറിഞ്ഞോ അറിയാതെ അവർ ചെയ്യും, ആത്മപ്രശംസ. 1 കൊറിന്തോസ് 5-ാം അധ്യായം 6-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ആത്മപ്രശംസ ഒട്ടും നല്ലതല്ല, അത് നിന്നെ പാപത്തിലേക്ക് നയിക്കും എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 27 2-ാമത്തെ വചനം കൂടി എടുത്താലോ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്നെ പ്രശംസിക്കേണ്ടത് നിന്റെ നാവല്ല, നിന്നെ പ്രശംസിക്കേണ്ടത് അന്യരുടെ നാവാണ്. അതുകൊണ്ട് നമ്മളെ തന്നെ പ്രശംസിച്ചാൽ അത് ആത്മപ്രശംസ, അത് പാപമാണ്, നല്ലതല്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇതാണ്, വീമ്പടിക്കുക. ഏതാണ്ട് ആത്മപ്രശംസ ഗണത്തിൽ തന്നെ പെടുന്ന ഒരു കാര്യമായിട്ടും നമുക്ക് കാണാൻ പറ്റും. വീമ്പടി. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 2-ാമത്തെ വചനം വീമ്പടിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് അവിടെ ദൈവം ആവശ്യപ്പെട്ട ഒരു കാര്യം, ഗിദെയോനോട് പറഞ്ഞു, നീ ആളുകളെയൊക്കെ പിരിച്ചുവിട്, എന്നിട്ട് ഒരു 300 പേര് മാത്രം മതി. അവരും വലിയ യുദ്ധവീരന്മാരോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. നായ വെള്ളം നക്കി കുടിക്കുന്നത് പോലെ കുടിക്കുന്ന കുറച്ച് പേരെ നിനക്ക് ജലാശയത്തിലേക്ക് ചെല്ലുമ്പോൾ കാണാൻ പറ്റും. അവർ മാത്രം മതി, ബാക്കിയുള്ളവരെ പറഞ്ഞു വിട്ടേക്ക്. ഇതിൻ്റെ കാരണം പറഞ്ഞിരിക്കുന്നത്, അതല്ലെങ്കിൽ യുദ്ധം ജയിച്ചു കഴിയുമ്പോൾ നിങ്ങൾ വീമ്പടിക്കും. ഞങ്ങളുടെ ആ ഒരു സാമർഥ്യം കൊണ്ട് സംഭവിച്ചതാണ്. ദൈവം അവരെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ ആൾബലമല്ല, നിങ്ങളുടെ സാമർഥ്യമല്ല, നിങ്ങളുടെ ചങ്കൂറ്റമല്ല യുദ്ധം ജയിക്കാനായിട്ട് കാരണമായത്, ഞാൻ അവിടെ ഉണ്ടായിരുന്നതാണ്, എൻ്റെ ഇടപെടലാണ് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെട്ടത്. വീമ്പടിക്കുന്നത് ഗൗരവമുള്ള ഒരു പാപമാണ്. 3-ാമതൊരു കാര്യം കൂടി നമുക്ക് കാണാൻ പറ്റും, അതാണ് ഈ ദാരിദ്ര്യം പറച്ചിൽ. ചിലർക്ക് വാ തുറന്നാൽ ഇതേ ഉള്ളൂ, എനിക്കൊന്നുമില്ല, എനിക്കൊന്നും കിട്ടിയില്ല, എനിക്ക് കഴിവുകളില്ല, എനിക്ക് മറ്റുള്ളവരെ പോലെ ആ ഒരു കൃപകളോ അനുഗ്രഹങ്ങളോ കിട്ടിയിട്ടില്ല, ഇങ്ങനെ പറഞ്ഞു നടക്കുന്നവർ. വേണേ സാമ്പത്തികമായിട്ട് എനിക്കൊന്നുമില്ല. യഥാർത്ഥത്തിൽ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ സമ്പന്നരാ. കാരണം ദൈവം നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം നമ്മൾ സമ്പന്നരാ. അതാ ഫിലിപ്പിയർ 4-ാം അധ്യായം 19-ാമത്തെ വചനം കർത്താവ് പറയുന്നുണ്ട്, സമ്പന്നനായ ദൈവം തൻ്റെ സമ്പന്നതയിൽ നിന്നും നിങ്ങളെ സമ്പന്നരാക്കിയിരിക്കും. ദൈവം കൂടെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. നമുക്ക് ദൈവഭക്തി, ദൈവാശ്രയത്വം, ദൈവസ്നേഹ അനുഭവം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സമ്പന്നരാണ് എന്ന ആ ഒരു കാര്യം നമ്മൾ മറക്കരുത്. 2 കൊരിന്തോസ് 8-9 വായിച്ചാൽ, സകലത്തിൻ്റെയും ഉടയവനായ കർത്താവ് നമ്മെ പ്രതി ദരിദ്രനായി. എന്തിനാ? നമ്മളെ സമ്പന്നരാക്കാൻ. അതുകൊണ്ട് ഇവിടെ പണമുണ്ടാകുന്നതല്ല കാര്യം, ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകണം. അങ്ങനെയുള്ളവർ സമ്പന്നരാണ്. അവർ ഈ ദാരിദ്ര്യം പറച്ചിൽ നടത്തില്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. യെശയ്യാ 43:1 മുതൽ വായിക്കുമ്പോൾ ദൈവം നമ്മളെ എത്രമാത്രം വിലമതിക്കുന്നു. മറ്റുള്ളവരെ നിന്നെ ഒന്നിനും കൊള്ളിയാലെന്ന് പറഞ്ഞാലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല, നിരാശപ്പെടേണ്ട കാര്യമില്ല. ദൈവം പറയാണ്, നീ എനിക്ക് വിലപ്പെട്ടവനാണ്, നീ എൻ്റെ പ്രിയപ്പെട്ടവനാണ്, നീ എൻ്റെ സ്വന്തമാണ്. ഇങ്ങനെയെല്ലാം പറഞ്ഞ് നമ്മുടെ വില വ്യക്തമാക്കുന്ന ദൈവത്തെ ഈ വചനഭാഗത്ത് യെശയ്യാ 43 ആദ്യ വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്
വ്യർത്ഥാഭിമാനത്തിന് വേദി ഒരുക്കുന്ന ചില കാര്യങ്ങൾ. ഫ്രാൻസിസ് സാലസ് സൂചിപ്പിച്ച ഒരു കാര്യമാണ്, ചിലര് പ്രസിദ്ധരാകാൻ വേണ്ടി അവർ കണ്ടെത്തിയതാണ് കൊമ്പമീശ. അതല്ലെങ്കിൽ ചുരുട്ടിയ മുടി, വേണമെന്ന് ചില വസ്ത്രധാരണങ്ങൾ, അങ്ങനെ എന്തും ആയിക്കോട്ടെ, ചില ഫാഷൻ്റെ ഒക്കെ പുറകെ പോകുന്നവർ. ഇതിലൂടെയൊക്കെയാണ് നമുക്ക് പേരും പ്രശസ്തി ഉണ്ടാവുക, അംഗീകാരം ഉണ്ടാവുക എന്നൊക്കെ ചിന്തിക്കുന്നവർ വ്യർത്ഥാഭിമാനികളാണെന്ന് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് നമ്മെ ഓർമ്മിപ്പിക്കുക. ഇതിലൊന്ന്, നമുക്ക് ഈ വ്യർത്ഥാഭിമാനം അതിലേക്ക് നമ്മളെ നയിക്കുന്ന ചില കാര്യങ്ങൾ, അതിന് കാരണമായി തീരുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, നമ്മിൽ ഇല്ലാത്തത് ഉണ്ടെന്ന് നടിക്കുന്നത്. ശരിക്കും ഇല്ല, എന്നാലും നമ്മൾ ഉണ്ടെന്ന് ഭാവിക്കും. റോമാലേഖനം 12:3 വായിച്ചാൽ, ഉള്ളതിനേക്കാൾ കൂടുതൽ മേന്മ ആരും ഭാവിക്കേണ്ട. നടിച്ചാൽ അത് നിലനിൽക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉള്ളത് മതി. രണ്ടാമതൊരു കാര്യം ഫ്രാൻസിസ് സാലസ് പറയാണ്, ഉണ്ടെങ്കിലും നമ്മുടേതല്ലാത്തതിൻ്റെ പേരിൽ ഈ ദുരഭിമാനികളായിട്ട് ജീവിക്കുന്നവര്, നമ്മുടേതല്ല, നമുക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാൻ പറ്റും. 2 കൊരിന്തോസ് 8:9 പറയുന്നത്, സകലത്തിൻ്റെയും ഉടയവൻ ആരാണ്? കർത്താവ്. നമുക്ക് പണമുണ്ടെങ്കിലും ഉടയവൻ ആരാണ്? കർത്താവ്. ഇത് കാണുന്നുണ്ടല്ലോ, ആദിമാതാപിതാക്കളെ ഏദൻ തോട്ടം ഏൽപ്പിച്ചത് അത് സംരക്ഷിക്കാൻ വേണ്ടിയാണ്, എഴുതി കൊടുത്തൊന്നുമില്ല. ഉടയവൻ ദൈവം തന്നെയാണ്. ഇന്ന് സമ്പത്തിൻ്റെ പേരിലോ കഴിവിൻ്റെ പേരിലോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുടെ പേരിൽ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ദുരഭിമാനികളാണ്, അല്ലെങ്കിൽ വ്യർത്ഥാഭിമാനികളാണ് എന്ന ആ ഒരു കാര്യം നമ്മൾ മറക്കരുത്. മൂന്നാമത്തെ കാര്യമാണ്, നമ്മുടേതാണെങ്കിലും പ്രശംസ അർഹിക്കാത്തത്. ഇതറിയണമെങ്കിൽ ലൂക്ക 17:10 വചനം എടുക്കണം. അവിടെ പറഞ്ഞിട്ടുണ്ട്, നീ സകല കാര്യങ്ങളും ചെയ്തതിന് ശേഷവും ഇങ്ങനെ പറയണം, ഞാൻ ഒരു ദാസൻ മാത്രം, എന്നോട് കൽപ്പിക്കപ്പെട്ടത് ഞാൻ ചെയ്തു. അങ്ങനെ ആ ഒരു നിഷ്കാമകർമ്മം, അവരാണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുന്നവര്, ദൈവത്തെ അറിഞ്ഞവര്, അഭിമാനത്തോടെ ജീവിക്കുന്നവര്. അല്ലാത്തവര് ദുരഭിമാനികളാണ്, വ്യർത്ഥാഭിമാനികളാണ് എന്നുള്ളത് ഈ വിശുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ വെളിച്ചത്തിൽ തിരുത്തേണ്ടത് തിരുത്തി നമുക്ക് ദൈവത്തെ സ്നേഹിക്കുന്നവരും ആ ദൈവസ്നേഹ അനുഭവത്തിൽ ജീവിതം മുമ്പോട്ട് നയിക്കുന്നവരുമാകുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.